ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരെ സർക്കാർ നടപ്പാക്കുന്ന തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി 24 ദിവസത്തിനുള്ളിൽ ജില്ലയിൽ നടന്നത് സമാനതകളില്ലാത്ത ലഹരി വേട്ട. ജില്ലയിലെ 5 പോലീസ് സബ് ഡിവിഷനുകളിലായി 5366 പേരെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ഇതിൽ 195 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 207 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 2-ാം തീയതി കുമളിയിലാണ് ജില്ലയിലെ തൂഫാൻ ഓപ്പറേഷന് തുടക്കം കുറിച്ച് ആദ്യ പ്രതിയെ പിടികൂടിയത്. 207 പ്രതികളിൽ നിന്നായി 13.4 കിലോഗ്രാം കഞ്ചാവ്, 6.6 ഗ്രാം MDMA, 8 ഗ്രാം ഹാഷിഷ് ഓയിൽ, 94 കഞ്ചാവ് ബീഡികൾ, വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പാകമായ 10 കഞ്ചാവ് ചെടികൾ എന്നിവ പിടിച്ചെടുത്തു. സ്കൂൾ പരിസരങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ നടക്കുന്നത്. കഴിഞ്ഞ 2-ന് കുമളി വണ്ടമ്പേട് ജംഗ്ഷനിൽ 3 ഗ്രാം കഞ്ചാവുമായി 22-കാരനെ പിടികൂടിയതോടെയാണ് ജില്ലയിൽ തൂഫാൻ ഓപ്പറേഷൻ ആരംഭം കുറിച്ചത്. തുടർന്ന് എല്ലാ ദിവസങ്ങളിലും വിവിധതരം ലഹരി വസ്തുക്കളുമായി പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരി ഉപയോഗിക്കുന്നവരും ചില്ലറ വിൽപ്പനക്കാരുമൊക്കെ പോലീസിന്റെ പിടിയിലായി. കഴിഞ്ഞ 6-ാം തീയതി മാത്രം 18 കേസുകളായി 21 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതികളിൽ ഭൂരിഭാഗവും 25 വയസ്സിൽ താഴെയാണെന്നത് ലഹരി വ്യാപനത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. മുൻ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യുവിന്റെ മേൽനോട്ടത്തിലാണ് തൂഫാൻ ഓപ്പറേഷൻ ജില്ലയിൽ ആരംഭം കുറിച്ചത്. തുടർന്ന് വന്ന ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ നസീമാണ് ഇപ്പോൾ പദ്ധതിയുടെ ഏകോപന ചുമതല നിർവഹിക്കുന്നത്. ഇടുക്കി വിഷൻ, കുമളി.